എല്ലാവരെയും പോഷിപ്പിക്കുകയും 12 കൊട്ട ശേഷിപ്പിക്കുകയും ചെയ്തു. There is blessedness in brokenness. അതേ, തകർച്ചയുടെ പിന്നിൽ ഒരു വലിയ അനുഗ്രഹമുണ്ട്. There is a great blessedness in brokenness. അതേ, തകർക്കപ്പെടുന്നതിൽ വലിയ അനുഗ്രഹമുണ്ട്. But when you are broken, if you look at man, you will become bitter against them, you will get angry against them, and the plan of God will never be fulfilled in you. നിങ്ങൾ തകർക്കപ്പെടുന്നതായ വേളയിൽ മറ്റു മനുഷ്യരെ നോക്കിയിട്ട് അവരോട് കോപവും കൈപ്പുള്ളവരായി തീർന്നാൽ ദൈവത്തിന് വലിയ ഉദ്ദേശ്യം നിങ്ങളിൽ നിവർത്തിക്കപ്പെടുകയില്ല. This person is breaking me, that person is breaking me. എന്നെ ഈ വ്യക്തിയാണ് തകർക്കുന്നത്, ഇന്നാരാണ് എന്നെ തകർക്കുന്നത്. Jesus took in his hands. എന്നാൽ യേശു അപ്പം കയ്യിലെടുത്തു. And then before breaking, he looked to heaven. അതിനെ നോർക്കും മുമ്പേ അവൻ സ്വർഗ്ഗത്തിലേക്ക് നോക്കി. And then he blessed the bread. അതേ തുടർന്ന് അവൻ ആ അപ്പത്തെ അനുഗ്രഹിച്ചു. That bread might have been very small because he took all the 5 loaves in the hand, so it might have been small loaves. 5 അപ്പവും കൊണ്ട് ഒന്നിച്ചു ചേർത്ത് കയ്യിൽ പിടിച്ചു എന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ ആ അപ്പം വളരെ തീരെ ചെറുതായിരിക്കണമല്ലോ. So just imagine how it could multiply and give to so many people. എന്നാൽ അത്ര ചെറുതായ അപ്പം ഇത്രമാത്രം എണ്ണത്തിൽ വർദ്ധിക്കുകയും ഇത്രയേറെ ജനത്തിന് അത് ഭക്ഷണമായി തീർന്നുള്ളതും അനുമാനിച്ചു നോക്കുക. Beloved ones, God wants that we may become a blessing to the whole world. പ്രിയരേ, നാം മുഴു ലോകത്തിന് ഒരു അനുഗ്രഹ മുഖാന്തരമാകണം ദൈവം നമ്മളെ കുറിച്ച് പ്രതീക്ഷിക്കുന്നു. And before we become a blessing to the whole world, God wants a brokenness in us. മുഴു ലോകത്തിനും അനുഗ്രഹമായി മാറും മുമ്പേ നമ്മുടെ ജീവിതത്തിൽ ഒരു തകർച്ച ദൈവം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ്. There is a great divine purpose in breaking us. അതെ, നമ്മളെ തകർക്കുന്നതിൽ ദൈവത്തിന് ദിവ്യമായ ഉദ്ദേശ്യമുണ്ട്. In Job chapter 16 verse 14 we read, God breaketh me with breach upon breach. യോബിന്റെ പുസ്തകം 16-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യോബ് പറയുന്നു, അവൻ എന്നെ പൂർണ്ണമായും തകർത്തിരിക്കുന്നു. So read it. അവൻ എന്നെ ഇടിച്ചിടിച്ച് തകർക്കുന്നു. He breaketh me with breach upon breach. So why God was breaking him breach upon breach? ദൈവം യോബിനെ ഇടിച്ചിടിച്ച് തകർക്കുന്നതിന്റെ ഉദ്ദേശ്യം എന്താണ്? In the first chapter we all know God himself gave a good certificate about Job. There was no greater saint than Job in that whole world during that time. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്, യോബ് ജീവിച്ചിരുന്ന കാലത്ത് ലോകത്തിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും ശ്രേഷ്ഠനായ വിശുദ്ധനായിരുന്നു യോബെന്ന് ദൈവം തന്നെ സാക്ഷ്യം കൊടുത്തിരിക്കുകയാണ്. But that man here, look at the way God was breaking him. അങ്ങനെയുള്ളതായ മനുഷ്യനെ ഇപ്പോൾ നോക്കുക, ദൈവം തകർത്തുകളയാണ്. Why did God break him? ദൈവം എന്തിനവനെ തകർക്കുന്നു? The answer is in Job chapter 23 verse 16. God maketh my heart soft. യോബിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ അവൻ പറയാണ്, ദൈവം എൻ്റെ ഹൃദയം മൃദുലമാക്കി. God wants to make your heart and my heart soft. നിങ്ങളുടെയും എൻ്റെ ഹൃദയം മൃദുലമായി തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. But you may ask the question, Job was such the greatest saint of that earth, was not his heart soft? എന്നാൽ അന്ന് ജീവിച്ചിരുന്ന ലോകത്തിൽ ഏറ്റവും വലിയ ആ വിശുദ്ധന്റെ ഹൃദയം മൃദുലമായിരുന്നില്ലേ നിങ്ങൾ ചോദിച്ചേക്കാം. It might have been soft, but not soft to the high standard of God. അത് മൃദുലമായിരുന്നിരിക്കണം, പക്ഷേ വലിയവനായ ദൈവത്തിന്റെ ഉന്നതമായ പ്രതീക്ഷയ്ക്ക് ഒത്തവണ്ണം മൃദുലമായിരുന്നില്ല. Why God want to make his heart soft? ആ ഹൃദയം മൃദുലമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ്. 42nd chapter we read, so that he may see God. 42-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കും, Job chapter 42. യോബിന്റെ പുസ്തകം 42-ാം അധ്യായത്തിൽ വായിക്കുന്നത് പോലെ ദൈവത്തെ ദർശിക്കേണ്ടതിന് വേണ്ടി, so that he may have the double portion from God. അഥവാ ദൈവത്തിൽ നിന്ന് അവന് ഇരട്ടി പങ്ക് പ്രാപിക്കേണ്ടതിന് വേണ്ടി. Precious child of God, do you have a soft heart? ദൈവത്തിന് വിലയേറിയ പൈതലേ, നിനക്കൊരു മൃദുലമായ ഹൃദയമുണ്ടോ? How do you know you have a soft heart? നിനക്കൊരു മൃദുലമായ ഹൃദയം ഉണ്ടെന്ന് എങ്ങനെ തിരിച്ചറിയാം? When you see others have problems and burdens, you forget your problems and take burden to pray for them. That shows you got compassion, a heart of compassion. ഇതെങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ,
മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും ഭാരങ്ങളും വരുന്നത് കാണുമ്പോൾ അത് കണ്ടിട്ട് നിന്റെ ഹൃദയം തകരുകയും നിന്റെ സ്വന്തം പ്രശ്നങ്ങളെ മറക്കുകയും അവരോട് സഹതാപവും മനസ്സിലുള്ളവരായി തീർന്നിട്ട് നിന്റെ പ്രശ്നം മറന്ന് അവരുടെ പ്രശ്നത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവനായി തീരും. That is what we find about Job. ഇതാണ് യോബിനെ കുറിച്ച് നാം കാണുന്നത്. After God broke his heart and his heart became soft, then what next happened? യഹോവ അവന്റെ ഹൃദയത്തെ തകർത്ത് അത് മൃദുലമായി തീർന്നു കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? He prayed for his friends who were reproaching him, his miserable friends. He prayed for them. അവനെ ആ നിമിഷം വരെയും നിന്ദിച്ചു പരിഹസിച്ചുകൊണ്ടിരുന്നതായ തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്. The ones who questioned him, the ones who thought that you are wicked and therefore God's punishment came upon you, for them he prayed. അവന്റെ ഭക്തിയെ ചോദ്യം ചെയ്തവരായി നിനക്ക് ഈ കഷ്ടങ്ങളൊക്കെ വന്നത് നിന്റെ ദുഷ്ടത നിമിത്തം ദൈവത്തിന്റെ ശിക്ഷയാണെന്ന് വാദിച്ചവരായ അവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. He wanted that they may be blessed. അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടാൻ അവൻ ഇപ്പോൾ ആഗ്രഹിക്കുകയാണ്. That is a compassionate heart. അതാണ് സഹതാപമുള്ള മനസ്സലിവുള്ള ഹൃദയം. If the people who persecuted you and your enemies, when they become sick and weak and say he is learning a lesson, I want to tell you, your heart is harder than a rock. നിന്നെ ഉപദ്രവിച്ചവരും നിന്റെ ശത്രുക്കളുമായ ആളുകൾക്ക് കഷ്ടവും രോഗവും വേദനയും വരുന്നതായ വേളയിൽ നീ ഇരുന്ന് പറയുകയാണ്, അല്ല അവൻ അങ്ങനെ തന്നെ വരണം, അത് ശിക്ഷയാണെന്ന് പറയുന്നെങ്കിൽ നിന്റെ ഹൃദയം പാറ പോലെ കഠിനമാണ്. Because God is loving you, a real breaking God will allow in your life. അങ്ങനെയുള്ള നിന്നെ ദൈവം സ്നേഹിക്കുന്നതിനാൽ നിന്റെ ഹൃദയം തകരുന്നതിന് വേണ്ടി ദൈവം ഒരു തകർച്ച അനുവദിക്കുകയാണ്. Today when you find your enemies are in trouble and difficulty, sickness, do you feel a real compassion to cry and pray for them? നിന്റെ ശത്രുവായ വ്യക്തി രോഗത്തിലും കഷ്ടത്തിലും ബുദ്ധിമുട്ടിലും ഇരിക്കുന്നത് കാണുമ്പോൾ നിനക്ക് അവരെ കണ്ടിട്ട് അവർക്ക് വേണ്ടി ദൈവത്തോലോ നിലവിളിക്കാനുള്ള ഒരു സഹതാപമുള്ള ഹൃദയമുണ്ടോ? If you don't have that one, beloved ones, you have to admit you don't have a soft heart. പ്രിയരെ, അങ്ങനെ ഒരു സഹതാപമുള്ള ഹൃദയമില്ലെങ്കിൽ ദൈവത്തിന് സമ്മതിക്കുക, ദൈവമേ എൻ്റെ ഹൃദയം മൃദുലമല്ല. Remember, dear children of God, our God is expert in breaking the heart and our God is expert in healing the heart. പ്രിയരെ, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കണം, നമ്മുടെ ദൈവം ഹൃദയത്തെ തകർക്കുവാൻ വളരെ വിദഗ്ധനാണ്, അതുപോലെ തകർന്ന ഹൃദയങ്ങളെ സൗഖ്യമാക്കുവാനും അതിവിദഗ്ധനാണ്. God knows what type of heart you and I have. നിങ്ങൾക്കും എനിക്കുമുള്ള ഹൃദയം എങ്ങനെയുള്ളതെന്ന് ദൈവത്തിന് അറിയാം. If your heart is very hard, and the instrument God will use to break your heart also will be very hard. നിങ്ങളുടെ ഹൃദയം വളരെ കഠിനമാണെന്ന് വരികയില്ല, ആ ഹൃദയത്തെ തകർക്കാൻ ദൈവം ഉപയോഗിക്കുന്ന ഉപകരണവും വളരെ കട്ടിയുള്ള കഠിനമായ ഉപകരണമായിരിക്കും. We read in Isaiah chapter 28, please read verse 27 and 28, that God is using different instruments to bruise different type of corns or grains. യെശയ്യാ പ്രവചനം 28-ാം അധ്യായം 27-ഉം 28-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ വിവിധ രീതിയിലുള്ളതായ ധാന്യങ്ങളെ മെതിച്ചെടുക്കുന്നതിന് വേണ്ടി വിവിധ തരത്തിലുള്ളതായ ആയുധങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതായി കാണുന്നു. കരിഞ്ജീരകം മെതിവണ്ടി കൊണ്ട് മെതിക്കുന്നില്ല, ജീരകത്തിന്മേൽ വണ്ടിയുടെ ചക്രം ഉരുട്ടുന്നതുമില്ല. കരിഞ്ജീരകം വടി കൊണ്ടും ജീരകം കോൽ കൊണ്ടും തല്ലിയെടുക്കുകയത്രേ ചെയ്യുന്നത്. മെതിക്കയിൽ ധാന്യം ചതച്ചു കളയാറുണ്ടോ? അവൻ അതിനെ എല്ലായ്പ്പോഴും മെതിക്കുകയും വണ്ടിയുടെ ചക്രത്തെയും കുതിരകളെയും അതിന്മേൽ തെളിക്കുകയും ചെയ്യുകയില്ലല്ലോ. അവൻ അതിനെ ചതച്ചു കളയുകയില്ല. So here we find hard type of corns. Some iron instruments have to be used. Hard instruments have to be used. ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ കട്ടിയുള്ള ധാന്യങ്ങൾ മെതിച്ചെടുക്കുന്നതിന് വേണ്ടി വളരെ കഠിനമായ ആയുധങ്ങൾ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്നാണ്. But cummins and pitches are very small, weak grains. എന്നാൽ കരിഞ്ജീരകവും ജീരകവും ഒക്കെ വളരെ ലോലമായ മൃദുവായ ധാന്യങ്ങളാണ്. It doesn't need a cartwheel to the big steel cartwheel does not need to go
crushing it. വണ്ടിയുടെ ആ വലിയ ചക്രം ഈ ജീരകത്തിന്മേൽ കയറ്റി മെതിക്കേണ്ടതായ ആവശ്യമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുവോ? Because these cummins and pitchers are small, very thin. Any small instrument is enough. കാരണം ഈ ജീരകമൊക്കെ വളരെ ചെറിയ ഒരു വസ്തുവാകിയാൽ അത് മെതിച്ചെടുക്കാനായിട്ട് വളരെ ചെറിയ ആയുധങ്ങൾ മാത്രം മതി. Cart wheel need to be used for something very hard, difficult stuff. എന്നാൽ കട്ടിയുള്ള മെതിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ളതായ ധാന്യങ്ങളെ മെതിച്ചെടുക്കുവാൻ അതിന് മെതിവണ്ടി ആവശ്യം, അതിന് ചക്രങ്ങളും ആവശ്യം. God knows what type of instrument needed to crush your heart and my heart. ചുരുക്കത്തിൽ നിങ്ങളുടെ എൻ്റെ ഹൃദയം തകർക്കുന്നതിന് എത്തരത്തിലുള്ളതായ ആയുധങ്ങൾ വേണമെന്നുള്ളത് ദൈവത്തിന് അറിയാം. If you have got a hard heart, നിങ്ങളുടെ ഹൃദയം അതീവ കഠിനമാണെങ്കിൽ everyone around you will be hard on you. നിങ്ങൾക്ക് ചുറ്റുമുള്ളതായ വ്യക്തികളും നിങ്ങൾക്ക് അതിനേക്കാൾ കഠിനമുള്ള ആയുധങ്ങളായി കാണപ്പെടും. If you find your husband is very hard on you, നിങ്ങളുടെ ഭർത്താവ് നിങ്ങളോട് അതികഠിനനായി പെരുമാറുന്നു നിങ്ങൾ പറയുന്നെങ്കിൽ, don't blame your husband. ഭർത്താവിനെ കുറ്റപ്പെടുത്തേണ്ട. You got a very hard heart. നിങ്ങൾക്ക് അതികഠിനമായ ഹൃദയമാണ് ഉള്ളത്. So your husband needs to be a cart wheel to crush you. ആകയാൽ അതികഠിനമായ ഹൃദയമുള്ള നിന്നെ മെതിച്ചെടുക്കുവാൻ നിന്റെ ഭർത്താവാകുന്നൊരു മെതിവണ്ടിയുടെ ആവശ്യമുണ്ട്. Husbands also may have the same problem. ഭർത്താക്കന്മാർക്കും ഇതേ പ്രശ്നമാണുള്ളത്. You think that your wife is all the time nagging you. നിങ്ങൾ ചിന്തിക്കുന്നത് എപ്പോഴും നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുവെന്നാണ്. No, you got a hard heart. അല്ല, നിങ്ങൾക്ക് വളരെ കഠിനമായ ഹൃദയമുണ്ട്. അതുകൊണ്ട് that is why God graciously gave you a wonderful wife. ആകയാൽ നിങ്ങളെ മെതിച്ചെടുക്കാൻ വേണ്ടി ദൈവം തന്റെ കൃപയാൽ വളരെ വിശേഷിക്കപ്പെട്ട ഒരു ഭാര്യയെ തന്നിരിക്കുന്നു. Hallelujah. Hallelujah. No, everybody didn't say hallelujah. എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞില്ലെന്ന് തോന്നുന്നല്ലോ. Hallelujah. Hallelujah. Thank you very much. God knows the state of our heart. നമ്മുടെ ഹൃദയം എങ്ങനെയുള്ളതെന്ന് ദൈവം അറിയുന്നു. If you got a stubborn heart, everybody in the family, you say everybody is stubborn. നിങ്ങൾക്ക് വളരെ മത്സരമുള്ള ഒരു ശാഠ്യഹൃദയമാണ് ഉള്ളതെന്ന് വരികില്ല. നിങ്ങളുടെ വീട്ടിലുള്ളതായ കുടുംബാംഗങ്ങൾ എല്ലാ ഇതുപോലെ ശാഠ്യക്കാരായിരിക്കും. Don't pray, Lord, change my husband. എന്റെ ഭർത്താവിനൊരു മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കേണ്ട. Don't pray to change my wife. എന്റെ ഭാര്യയ്ക്ക് ഒരു മാറ്റം വരുത്തണമെന്ന് പ്രാർത്ഥിക്കേണ്ട. Don't pray to change my mother-in-law and daughter-in-law, etc. എന്റെ അമ്മായിയമ്മയെ എന്റെ മരുമകളെ ഒന്ന് മാറ്റണമെന്ന് പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. That is God's business. You don't need to do what God has to do. അവരെ മാറ്റേണ്ടത് ദൈവത്തിന്റെ വിഷയമാണ്. ദൈവം ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങൾ തലയിടേണ്ട ആവശ്യമില്ല. In the right time, God will do it. ദൈവം ചെയ്യേണ്ടത് ദൈവത്തിന്റെ സമയത്ത് ദൈവം ചെയ്തുകൊള്ളും. What God wants to do in your heart and my heart, that we may be changed. നിങ്ങളുടെ എൻ്റെ ഹൃദയത്തിൽ എന്തുണ്ടാകണം ദൈവം ആഗ്രഹിക്കും ചോദിച്ചാൽ നമുക്കൊരു മാറ്റം വരേണം. Pastor Paul used to say, പാസ്റ്റർ പോൾ അടിക്കടി പറയാറുണ്ടായിരുന്നു, if anybody is disobeying me, I don't need to blame that person, because when I examine, I could see there are times I didn't obey God. ആരെങ്കിലും എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിന് അവരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം എൻ്റെ ജീവിതത്തെ ഞാൻ ശോധന ചെയ്ത് നോക്കുമ്പോൾ പലപ്പോഴും ദൈവത്തോട് ഞാൻ ഇതുപോലെ അനുസരണക്കേട്